ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാവുന്നു പരിഹാരമില്ലാതെ. ആയിരക്കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന കാഴ്ച. ജപ്പാൻ പദ്ധതി ആരംഭിച്ച കാലം മുതൽ തുടങ്ങിയതാണ് പൈപ്പ് പൊട്ടലും അറ്റകുറ്റപ്പണി. ചേർത്തല താലൂക്കിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഏജൻസിയുടെ സഹായത്തോടെ 2004 ചേർത്തലയിൽ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത്. 2012 പദ്ധതി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയാറ്റിലെ വെള്ളം വേമ്പനാട്ട് കായലിൽ സ്ഥാപിച്ച കൂറ്റൻ പൈപ്പിലൂടെ മാക്യക്കടവിലെ പ്ലാന്റിൽ എത്തിച്ച് ശുദ്ധീകരിച്ച ശേഷമാണ് താലൂക്കിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്. 491 കോടിയുടെ ബൃഹത്തായ പദ്ധതി. 662 കിലോമീറ്ററോളം പൈപ്പ് താഴ്ത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. പദ്ധതി ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസമായെങ്കിലും അടിക്കടിയുള്ള പൈപ്പ് പൊട്ടലും അറ്റകുറ്റപ്പണിയും നിരന്തരമായ കുടിവെള്ള തടസ്സത്തിന് കാരണമായി. ജപ്പാൻ കുടിവെള്ളത്തെ മാത്രം ആശ്രയിക്കുന്നവരാണ് ചേർത്തലക്കാർ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പൈപ്പ് പൊട്ടിയാൽ 8ഓളം തദ്ദേശ സ്ഥാപന പരിധിയിൽ ദിവസങ്ങളോളം കുടിവെള്ളം തടസ്സപ്പെടും. കുളങ്ങളും കിണറുകളും മറ്റ് ജലാശയങ്ങളും ഒക്കെ ഇല്ലാതാവുന്ന പുതിയ കാലത്ത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാതെ ജനങ്ങൾ ദുരിതക്കയത്തിലാവുന്നു. വെള്ളം ഇല്ലാഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ഇച്ചിരിച്ച വൈകുന്നേരം കാലത്ത് 10-11 മണി ആകുമ്പോൾ വരും, എന്നിട്ട് പിന്നെ പോകും. പിന്നെ വൈകുന്നേരം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എത്ര ദിവസമായി വെള്ളം ഇല്ലാഞ്ഞിട്ട്. ഇവിടുത്തെ ബോർവെല്ലിലെ വെള്ളമാണെങ്കിൽ പാത്രം കഴുകാനൊക്കെ കൊള്ളുള്ളൂ, വായി കൊള്ളാനൊന്നും കൊള്ളിയല്ല. ഈ കണ്ടത്തിന്റെ അരിയത്ത് കിടക്കണ ചെള്ളയും വെള്ളമാണ്. പിന്നെ നല്ല വെള്ളം കിട്ടാനും അത് ചിലപ്പോഴൊക്കെ വെള്ളവും ഇല്ല, പൊക്കത്തിലും കയറണില്ല. കാശ് അടച്ചില്ലെങ്കിൽ അവന് അത് വിളിച്ച് പറയും അടച്ചില്ല, അടച്ചാലും അടച്ചില്ലെന്ന് പറയും. അതിന് നമ്മൾ കൊടുക്കണ്ട. ഇപ്പൊ ഇല്ല, കാശ് കുറച്ച് കൊടുത്താൽ മതി. എന്നാലും ആട്ടെ, വെള്ളം വേണ്ടേ മനുഷ്യന്. കിട്ടണ ദിവസം ഈ ജപ്പാൻ വെള്ളം പൈപ്പിൽ തന്നെ, അതുകൊണ്ടാണ് ഞങ്ങൾ കുടിക്കാതെ തന്നെ. ബോർവെല് വെള്ളം എന്ന് പറഞ്ഞാൽ വായിക്കൊള്ളാൻ പോലും പറ്റത്തില്ല, കുളിക്കാൻ പോലും പറ്റത്തില്ല. ഈ ജപ്പാൻ വെള്ളം ഇങ്ങനെ ഈ ആണ്ട് സംക്രാന്തിക്ക് വന്നാൽ ഈ കുടിക്കാനുള്ള വെള്ളത്തിൽ ഞങ്ങൾ എവിടെ പോകും? പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. ഒരു ക്യാനിന് 150 രൂപ ഒരു ക്യാനിന്. എല്ലാ ദിവസവും അങ്ങനെ വാങ്ങിക്കാൻ ഞങ്ങൾ സാധാരണ കുടുംബക്കാരാ, എല്ലാ ദിവസവും വാങ്ങിക്കാൻ പറ്റത്തുമില്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി ഉപയോഗിച്ചത് ഗുണനിലവാരമില്ലാത്ത പൈപ്പാണെന്ന് അന്നേ ആരോപണം ഉയർന്നതാണ്. ഇതിനു പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടാവുമെന്ന ആരോപണവും ഉയർന്നിരുന്നു. പൈപ്പ് പൊട്ടൽ അവസാനിക്കാത്ത പ്രതിഭാസമായി തുടരുമെന്നാണ് സൂചന. ഒരു സ്ഥലത്ത് ശരിയാക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പൊട്ടും, അതും ശരിയാക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് പൊട്ടും. താലൂക്കിന്റെ പല സ്ഥലങ്ങളിലും അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നു. ദേശീയപാതയോടൊപ്പം ആകാശപാതയുടെയും നിർമ്മാണം നടക്കുന്നതിനാൽ ആ മേഖലയിലെ ജനങ്ങളും കടുത്ത ദുരിതം പേറുന്നു. നിരന്തരമായ പൈപ്പ് പൊട്ടൽ ഒരു ജനതയുടെ ദൈനംദിന ജീവിതത്തിന് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്.